യോഗം ജനറൽ സെക്രട്ടറി എന്നുള്ളതിനുപരി വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തിയെക്കുറിച്ച് തുഷാർ വെള്ളാപ്പള്ളി എന്ന മകനുള്ള അഭിപ്രായം എന്താണ്? അത് SNDP ജനറൽ സെക്രട്ടറി എന്നുള്ളത് നിങ്ങളൊക്കെ കാണുന്ന പെർഫോമൻസ് ചെയ്യുന്ന അത് തന്നെ എൻ്റെ അഭിപ്രായം. അതിനെക്കുറിച്ച് ഞാൻ പറയുന്ന അഭിപ്രായം ശരിയല്ല. ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള കാരണം പൊതുവേ ഒരു അച്ഛനും മകനും തമ്മിൽ അത്ര രസത്തിലല്ല എന്നൊക്കെ പറഞ്ഞ് പ്രചരണമായിരിക്കാം. എന്താണ് ആ പ്രചരണങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നത്? ഒരു കാര്യമില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും വർഷം ജീവിച്ചിട്ടുള്ള എൻ്റെ അച്ഛന് വേണ്ടിയിട്ടാണ്. SNDP യോഗത്തിൽ നിങ്ങൾ എല്ലാവരും നോക്കിയാൽ അറിയാം. കാരണം SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്ന സമയത്ത് ആ ഇലക്ഷനിൽ ശാശ്വതികാൻ സ്വാമി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വരികയും അതിന് വേണ്ടിയിട്ട് മാസങ്ങളോളം പ്രവർത്തിച്ച് അവസാനം ജനറൽ സെക്രട്ടറി ചാർജ് എടുക്കാൻ വേണ്ടി പോകുന്ന ദിവസം പോലും എനിക്ക് എഴുന്നേക്കാൻ വയ്യ. കാരണം നേരിട്ട് 4 ദിവസം ഉറങ്ങിയിട്ടില്ല. അതിനുശേഷം ഏതാണ്ട് 8 യൂത്ത് ശാശ്വതികാൻ സ്വാമി നിർബന്ധിച്ച് തന്നെ യൂത്ത് മൂവ്മെൻറ്റ് പ്രസിഡൻ്റായി വരണമെന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ വന്നിട്ടുണ്ട്. അതല്ലാതെ SNDP യോഗത്തിൻ്റെ ഒരു സ്ഥാനങ്ങളിലേക്കും വരാതെ SNDP യോഗത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ജനറൽ സെക്രട്ടറിയുടെ കൂടെ എൻ്റെ പുറകിൽ നിന്ന് പ്രവർത്തിച്ച ഒരാളാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ള എൻ്റെ കുടുംബത്തേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചിട്ടുള്ള എൻ്റെ അച്ഛനെയാണ്. ഒരു കാരണവശാലും അച്ഛനുമായി ഞാൻ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ് ചിന്തിക്കുന്നത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇന്നലെ തന്നെ നിങ്ങൾ കണ്ട ഒരു മനോരമ വന്നൊരു വാർത്ത കണ്ടു കാണും. എൻ്റെ ജനറൽ സെക്രട്ടറി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. അവിടെ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഞാൻ അവരെല്ലാം കൂടെ ആഹാരം കഴിക്കാൻ വേണ്ടി ഒന്ന് വീട്ടിൽ വിളിച്ചു. അപ്പോൾ ആഹാരം കഴിക്കാൻ വന്ന ശേഷം ജനറൽ സെക്രട്ടറിയുടെ കുശലപ്രശ്നം നടത്തുന്ന സമയത്ത് തമാശയ്ക്ക് പറഞ്ഞ കാര്യങ്ങളാണ് വാർത്തയായി എഴുതി വരുന്നത്. അല്ല, അദ്ദേഹത്തെ കോട്ട് ചെയ്താണ് അവരത് കൊടുത്തത്. അത് ഒരു കാര്യമില്ല. കാരണം യഥാർത്ഥത്തിൽ ചുമ്മാ തമാശയ്ക്ക് അവിടെ വർത്താനം പറഞ്ഞ കാര്യമാണ്. ആ കാര്യമാണ് ഇവരെടുത്ത് അത് വാർത്തയായിട്ട് വരുന്നത്.